ഞാൻ സുരേഷ് ഗോപിയുടെ ജെസ്കേനെ കുറിച്ചല്ല വായിക്കണം, താങ്കളുടെ സിനിമയെക്കുറിച്ച് വായിക്കണം. ആ സിനിമയിൽ താങ്കൾ പോയി മുട്ടി പറഞ്ഞ ആ നേതാവ് ആരാണ്? താങ്കൾ BJP കാരനാണ്. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ അവിടെയാണ് കത്രയെ വെക്കുന്നവർ. കത്രി വെക്കുന്ന സുഹൃത്ത് തോന്നുന്നു. BJPയുടെ ഏറ്റവും പരമോന്നത എന്തുകൊണ്ട് പേര് പറയാത്തത്? ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. താങ്കൾ പേര് വരെ മടിക്കുന്ന ഒരു കത്തി എന്ന് പറയുന്നത് അതൊന്നും ചെയ്യില്ല. അത് ആരുടെ കയ്യിൽ കിട്ടുന്നു അവനാണത് എവിടെ ഉപയോഗിക്കണം തീരുമാനിക്കുന്നത്. നിങ്ങൾ ജാനകിയുടെ പേരിലേ പറഞ്ഞു, എബ്രഹാമിനെ എന്താണ് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചത്? ഞാൻ എബ്രഹാം അല്ല പടത്തിന്റെ പ്രൊട്ടാഗണിസ്റ്റ്. സെൻസർ ബോർഡിന് എബ്രഹാം അല്ലല്ലോ പ്രശ്നം. അപ്പൊ പുള്ളി പറഞ്ഞു എബ്രഹാമാണ് പ്രശ്നം. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു യൂട്യൂബിൽ സിനിമ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കഴിച്ചിരുന്നു. ഞാൻ ചോദിച്ചു സാർ ഇത് കാരണം എപ്പോഴും ഞാൻ പറയണ്ട, ഒരു ജൂറി ഒരു ഉദാത്തമായ ഒരു കലാകാരന്റെ സൃഷ്ടിയെ വിലയിരുത്തപ്പെടേണ്ടത് ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു സാധാരണ ചിന്തയോ അല്ല. അപ്പൊ അതിനെന്നെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു സെൻസർ ബോർഡിന്റെ സിഇഒയോട് നീ ടിക്കറ്റ് എടുത്ത് തരാൻ പറഞ്ഞ തെറ്റല്ലേ നീ? എന്റെ ഒരു മിനിസ്ട്രി പോയ കത്ത് എങ്ങനെയാണ് ലീക്ക് ഔട്ട് ആയെന്ന് എനിക്ക് സംശയമുണ്ട്. മിനിസ്ട്രിയിൽ എത്താതെ ഇതെങ്ങനെയാണ് ഇത് പുറത്തറിഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപാട് ചേർന്ന് നിന്നതാണ്. അത് എല്ലാവർക്കും അറിയാം. ഒരു പൈസ പോലും പ്രതീക്ഷിക്കാതെ ചേർന്ന് നിന്നതാണ്. അത് കൈവിട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. താങ്കളെപ്പോലുള്ളവർ പേര് സഹിതം പുറത്തു വന്ന് പ്ലക്കാർഡ് അവരുടെ പേര് പിടിച്ച് പ്രകടനത്തിന് പോകേണ്ടി വരും.